ഹായ് നമസ്കാരം, ഞാൻ സലാമാവൂരാണ്. ഇന്ന് അപ്ലിഫ്റ്റ് മീഡിയ പരിചയപ്പെടുത്തുന്നത് മുക്കം വിജയേട്ടനാണ്. തമ്പുരു എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആഹാ, എപ്പ വന്ന്? 30 കൊല്ലായി. പ്ലേറ്റ് കഴിക്കാൻ ഇവിടെ ആളുണ്ട് കേട്ടോ. തിന്നണ പ്ലേറ്റേ നാക്കി വൃത്തിയാക്കിയാലേ പള്ളി വൃത്തിയാക്കിയ കൂലി കിട്ടു. എനിക്കറിയാം. ഇതാ മുസ്ലിയാരെ, പള്ളി വൃത്തിയാക്കി തിരുക്കി ആൾ കൂടിയാണ് വൃത്തിയാക്കാളി. എന്തേ എന്താ നമ്മളെ മക്കാറാക്കുക? തിന്നണം മുസ്ലിയാരെ, തിന്നണം. തിന്നാനാണ് റബ്ബ് ആടിനും മാടിനും കോയിനും ഒക്കെ ഉണ്ടാക്കിയത്. മരോലക്കേമിലെ തീ തിന്നെ. ഈ എത്ര വർഷങ്ങളായി താങ്കൾ ഈ മുക്കം വിജയൻ എന്ന പേരിൽ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സജീവമാണല്ലോ? എന്നാൽ താങ്കൾ അറിയപ്പെടുന്നത് കൂടുതലും കലാരംഗത്താണ്. ഇപ്പം ഞാൻ സജീവമായിക്കൊണ്ട് നിൽക്കുന്നത് അഭിനയ രംഗത്ത് തന്നെയാണ്. എത്ര വർഷമായി? ഒരുപാട് വർഷങ്ങളായി. ചെറുപ്പം മുതലേ സ്കൂൾ പഠിക്കുന്ന കാലത്തെ അഭിനയ രംഗത്തുണ്ട്. പക്ഷേ അഭിനയ രംഗത്തെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടൽ തുടങ്ങിയത് നമ്മുടെ മോഹൻദാസ് പൊറ്റമ്മൽ എന്ന ഒരു ഡയറക്ടറാണ് കാണുകയും ആദ്യമായിട്ടൊരു സീരിയൽ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ടെലി സിനിമകളും അതുപോലെ തന്നെ ഉള്ള എല്ലാ സിനിമകളിലും എത്തി. സാധാരണ സിനിമ 2-3 അതിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകത്തിലുണ്ട്. നാടകത്തിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിലൊക്കെ ലൈവ് ചെയ്യാൻ ലേശം പ്രയാസമുണ്ട്. വോയിസ് കാരണം വെച്ചാൽ അതൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ ഇപ്പോഴത്തെ വെച്ചിട്ട് ശരിയല്ല. അപ്പോൾ റെക്കോർഡിങ് ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. എന്നാലും നാടകരംഗത്തുണ്ട്. സിനിമയിൽ ഒന്ന് സിദ്ധി ചേനല്ലൂരിൻ്റെ കുഞ്ഞിരാമൻ്റെ കുപ്പായം, മരിച്ചുപോയ PK മണാശ്ശേരി ഗോപിയുടെ സുൽത്താൻ, അതുപോലെ തന്നെ നമ്മുടെ അമീൻ ജൗഹറിൻ്റെ ഒന്ന്, പിന്നെ അതുപോലെ തന്നെ ഗുൽമോഹൻ, ഒരു 3-4 സിനിമയിൽ ഒന്ന് മോഹൻ കാണിച്ചു. അതെ, കലാമേഖല അല്ലാതെ വേറെ ഏതെങ്കിലും മേഖല? ഉണ്ട്. ഞാൻ സ്കൂളിലായിരുന്നു. ഞാൻ തൊട്ടടുത്ത് ഓർഫനേജ് സ്കൂളിൽ വർക്ക് ചെയ്തു. മ്യൂസിക് ടീച്ചറായി വർക്ക് ചെയ്തു. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ഇതേമാതിരി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. ഒരു മ്യൂസിക് ടീച്ചർ മാത്രമല്ലാതെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളും ഞാൻ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ഏതാണ്? നിങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ആണോ അല്ലെങ്കിൽ കർണാട്ടിക് വോക്കൽ? അത് ഞാൻ തൃപ്പുണിത്തറ, പാലക്കാട് 4 കൊല്ലം കഴിഞ്ഞ് ഗാനഭൂഷണം കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റിൽ വെച്ചുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഓർഫനേജ് സ്കൂളിൽ ചെയ്യുന്നത് മ്യൂസിക് ടീച്ചറായിട്ട് 1984. അപ്പം ഈ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സംഗീതത്തിൽ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം എല്ലാവരും കൂടി എന്നെ സംഗീതം പഠിക്കാനാണ് പറഞ്ഞയച്ചത്. സംഗീതം 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്നും എൻ്റെ മനസ്സിൽ അഭിനയം എന്ന് പറഞ്ഞ കാര്യം വലിയ ഒരു പ്രശ്നമായി കിടക്കുകയാണ്. അഭിനയത്തോട് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ രണ്ടും കൂടി മിങ്കിൾ ചെയ്ത് അന്നൊക്കെ ഞാൻ പോയിരുന്നത്. പിന്നീട് സംഗീതം എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളെ ഞാൻ ഇതേമാതിരി സംഗീതമായിട്ട് ബന്ധപ്പെട്ടും പല നിലയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പിന്നെ സ്കൂളിലൊരു 30 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തു. ആ 30 കൊല്ലം ഓർമ്മയിൽ സ്കൂളിൽ വർക്ക് ചെയ്തപ്പം എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നി. ഒരുപാട് കുട്ടികളെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികൾ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ മ്യൂസിക് ടീച്ചറായി ചേർന്ന്. പിന്നീട് അതൊക്കെ മാറി ഏകദേശം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പാട്ടുകളൊക്കെ പഠിക്കുക, കർണാട്ടിക് സംഗീതം പ്രശ്നമല്ല എന്നുള്ള രീതിയായപ്പോഴാണ് എനിക്ക് കൂടുതൽ എൻ്റെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അഭിനയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വരുമ്പം മോഹൻദാസ് പൊറ്റമ്മൽ, ശിവൻ പൊറ്റശ്ശേരി, പിന്നെ രാജീവ് കൗതുകം, പിന്നെ സുൽഫി കക്കാട്, ഗിരീഷ് കർത്താറമ്പ്, ദേവദാസ് കല്ലുരുട്ടി, അമീൻ ജൗഹർ, സിദ്ധി ചേനല്ലൂർ, ബെന്ന ചേനല്ലൂർ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞത്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് മുക്കം ബാച്ചി അശോക് മാഷ്, കൊല്ലാർക്കണ്ടി ഗോപാലൻ തൊട്ടുള്ള വലിയ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ആരാധിക്കുക എന്നെ ഇങ്ങോട്ട് ഈ തരത്തിലാക്കിയതൊക്കെ ഈ പറഞ്ഞ 3-4 വ്യക്തികളാണ്. അങ്ങനെ ഞാൻ എൻ്റെ അഭിനയമായിട്ട് അങ്ങനെ
ഇപ്പോഴും നാടകത്തിൽ കുന്നത്ത് ഇവിടെ മണാശ്ശേരി കുന്നത്ത് അമ്പലത്തിലെ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. മറ്റുള്ള നാടകങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പാട്ടിൻ്റെ കാര്യത്തിൽ മാത്രം വോക്കലിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പാട്ട് തൽക്കാലം മാറ്റിവെച്ച്. പാട്ട് പാടിയായിരുന്നു പണ്ടൊക്കെ? ഞാൻ കുറേ ഗാനമേളയ്ക്ക് പാടിയുന്ന ആളെയാണ് ഒരുപാട് കാലം. പിന്നീട് പിന്നെ ഒന്നാമത്തെ നമ്മളെ വയസ്സിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വോക്കൽ കോണിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ തൽക്കാലം മാറ്റി വെച്ചു. പിന്നെ ഇന്നത്തെ കാലത്ത് പാട്ട് തന്നെ ഡാൻസ് ചെയ്തുകൊണ്ട് പാടണം, നിന്ന് പാടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് നീങ്ങാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ഗാനമേളയ്ക്കാൻ പാടില്ല. പക്ഷെ കമ്പോസിങ് ആകാശവാണി ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ, ബീഹാ ആർട്ടിസ്റ്റ്. അവിടെ ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ആകാശവാണി. ഇപ്പോഴും ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാട്ടുകൾ. അപ്പം അങ്ങനെ ഒരു സംഭവം ദൈവം എനിക്ക് തന്നുകൊണ്ട് സംഗീതം വിടാണ്ട് അങ്ങനെ പോകുന്നുണ്ട് എപ്പോഴും. ഏതായാലും പിന്നെ രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ഞാൻ 2015-20 വരെ മുക്കം മുനിസിപ്പാലിറ്റിയിലെ ആദ്യത്തെ കൗൺസിലറാണ്, ടൗൺ കൗൺസിലർ. 5 കൊല്ലം. 5 കൊല്ലത്തെ രാഷ്ട്രീയ രംഗത്ത് നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഡിവിഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന മരിച്ചുപോയ RK പച്ചശ്ശേരിയുടെ ചിരകാല സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രതിമ, അതുപോലെ തന്നെ നമ്മുടെ SK പാർക്കൊക്കെ നവീകരിക്കാനുള്ളത്. അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ കൗൺസിലർ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, എന്തായാലും ശരി, എനിക്ക് അതൊക്കെ ഒന്ന് പുതുക്കി പണിയാനും അതൊക്കെ റീപെയിൻറ്റിങ് നടത്തി അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം സഫലീകരിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് മുക്കത്തിന് വേണ്ടി. കാരണം ഞാൻ ജനിച്ചു വളർന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മുക്കത്തിലെ നാട്ടുകാർ, മുക്കത്തെ ആൾക്കാരാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പൊതുരംഗത്തായാലും ശരി, മറ്റുള്ള ഏത് രംഗത്തായാലും ഞാനിപ്പോഴും എൻ്റേതായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ പാട്ടുകൾ അത്യാവശ്യം കോഴിക്കോട് സതീഷ് ബാബു, സിബില സദാനന്ദൻ, സിന്ധു പ്രേംകുമാർ, കൊല്ലം അഭിജിത്ത്, അങ്ങനെ തുടങ്ങിയ അത്യാവശ്യം പ്രഗത്ഭന്മാരൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ സിദ്ധി ചേന്നല്ലൂരിൻ്റെ ഒരു വാവേ വാവാച്ചി എന്നുള്ള ഒരു ആൽബമാണ്, മുസ്ലിം പാട്ട്. ഒരിക്കലും എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തപ്പോൾ ഗംഭീര വിജയമായി. അതിലുള്ള പാട്ടുകളൊക്കെ നന്നായി തന്നെ ഇപ്പോഴും എല്ലാവരും മനസ്സിലും വാവേ 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 വാവാച്ചി ഉപ്പയുടെ വാവേ വാവാച്ചി എന്ന് തുടങ്ങുന്ന ഗാനമൊക്കെ ഇപ്പോഴും എല്ലാവരുടെ ചുണ്ടിലുണ്ട്. കാരണം അത്രയ്ക്കും എനിക്കും ഇഷ്ടപ്പെട്ടാണ്. സിദ്ധി ചേർന്നല്ലോനും വളരെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളായിരുന്നു അന്ന് ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് അന്ന് ഓഡിയോ ഗ്യാസിൻ്റെ കാലമാണ്. ഒരുപാട് ഡിവോഷണൽ സോങ്സ്, അതുപോലെ ഫെസ്റ്റിവൽ സോങ്സ് ഒക്കെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. എത്രയൊന്നും പറയാൻ നിവർത്തിയില്ല. വലിയ സിനിമകളിലേക്കൊന്നും ഇല്ല, അങ്ങനെ വലിയ സിനിമയ്ക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. കാരണം അല്ലെങ്കിൽ തന്നെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റിയ ഫീൽഡല്ല. മുക്കത്തായി ഒതുങ്ങിപ്പോയി. മുക്കത്ത് തന്നെ. ഇപ്പം ഫിലിം തന്നെ എനിക്ക് ഒരുപാട് മേഖല ഉണ്ട്. എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മറിമായത്തിന് വേണ്ടി ഒരുപാട് 2-3 തവണ തന്നെ വിളിച്ചു. മറിമായത്തിന് അതിൻ്റെ പിന്നെ ഡയറക്ടറിൻ്റെ ശിഷ്യനും കൂടെ മിഥുൻ ചേറ്റൂര്. അപ്പം മാഷ് വരി, പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ ഒരു പരിപാടിയുണ്ട്, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, കാരണം വീട്ടിലെ സാഹചര്യം, എൻ്റെ സാഹചര്യം മോശമായതുകൊണ്ട് മാത്രം പോകേണ്ടിരിക്കുക. കാരണം ഇനിയിപ്പം ഞാൻ എൻ്റെ ശരിയായ രീതി പറഞ്ഞാൽ ഞാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ വിശ്വാസം. ഇനി ഒരുപാട് മേഖല എത്തിപ്പിടിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കഴിയാണ്. എന്നാൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഈ മുക്കം പ്രദേശത്തും അതുപോലെ തൊട്ടടുത്തൊക്കെ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ നിങ്ങളെ ഷോർട്ട് ഫിലിംസുകളൊക്കെ കാണുമ്പോൾ കൂടുതലും കാണുന്നത് കോമഡി കഥാപാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണോ ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെറുപ്പം മുതലേ കോമഡി കൂടെ വന്നുകൊണ്ട് എല്ലാവരും കോമഡി വേഷങ്ങളെ തരാറുള്ളൂ. കോമഡിക്ക് താല്പര്യമില്ല. കോമഡി താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു ആലമൂടൻ ടൈപ്പിലാണ് എൻ്റെ കഥാപാത്രങ്ങൾ സാധനം മിക്കാറുണ്ട്. ഞാൻ ആലമൂടൻ്റെ സ്വന്തം ആരാധകനാണ്. അതുകൊണ്ടായിരിക്കും ആലമൂടൻ ടൈപ്പിലാണ് ഞാൻ എൻ്റെ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തത്. പിന്നീട് അതല്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് തോന്നിയപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് അല്ലാത്ത കുറച്ച്, ഇപ്പം മലബാർ സൗഹൃദ വേദിയുടെ കോഴിക്കോട് ഒരു അവാർഡുണ്ട്. ഈ ഡിസംബർ 14 വാങ്ങാൻ പോകും. മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുത്ത് തന്നെയാണ്.
എത്രയോ സിനിമയിൽ നിന്നും. അപ്പം അത് ഒരു സത്യം പറഞ്ഞാൽ കോമഡിയല്ല, നല്ല ക്യാരക്ടറായിട്ടാണ്. അങ്ങനെ അതുപോലത്തെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ആഗ്രഹം. കോമഡി പിന്നെ അങ്ങനെ ഇപ്പം ഒരു കഥാപാത്രം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കഥാപാത്രം ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ കൊടുക്കുകയുള്ളല്ലോ എല്ലാ ഡയറക്ടർമാരും. അങ്ങനെ കുറേ കോമഡി ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒരു സാധാരണ ഒരു കോമഡി അല്ലാത്ത വേഷങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. ആ അവാർഡ് കോമഡി അല്ലാത്തതിനാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴും ഒരുപാട് ടെലിസിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധറിൻ്റെ ചെമ്പകപ്പൂണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗിരീഷ് കർത്തറുപ്പിൻ്റെ രമണീയം തുടങ്ങി ഒരുപാട് ഇനി വരാൻ പോകുന്ന ഒരുപാട് സംഭവത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മളെ ചുറ്റുഭാഗത്ത് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒന്ന് മുഖം കാണിക്കാമെന്നാണ് എൻ്റെ ധാരണ. മറ്റുള്ള സ്ഥലത്തേക്ക് ദൂരത്തേക്ക് പോകാൻ വയ്യ ഇപ്പോഴത്തെ അവസ്ഥ. വീട്ടിലാണെങ്കിൽ റിട്ടയർഡായ ഭാര്യ, 2 പെൺകുട്ടികളാണ്. ആ 2 പേരും, മൂത്ത ആൾ ഡോക്ടറാണ്, അവൾ മണാശ്ശേരിക്കാണ് വാങ്ങൽ ചേർത്ത്. ഇളയ മോള് അഗ്രികൾച്ചർ, ഇപ്പോൾ ചാത്തകാലം കൃഷികാലിൽ വർക്ക് ചെയ്യുക. പിന്നെ സുഖമില്ലാത്ത ഭാര്യയുടെ ആങ്ങളുണ്ട്, പോളിയോ ബാധിച്ച് കിടക്കുകയാണ്, മോഹൻദാസ് എന്നാ പേര്. അപ്പം ഇവർക്ക് ഇട്ടെറിഞ്ഞ് പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ കലയായിട്ട് പോവുക എന്നതിനിപ്പം എനിക്കും താല്പര്യമില്ല, വീട്ടുകാർക്കും താല്പര്യമില്ല. ഞാൻ ഒതുങ്ങിക്കഴിയാണ്. പക്ഷേ ഈ സാധനമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇവിടേക്ക് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാച്ചാണ്. അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം 2021 മലബാർ സൗഹൃദ വേദി എനിക്ക് തന്ന കോമഡി കഥാപാത്രത്തിനായിരുന്നു. ഇത്തവണ 2024 മികച്ച സഹനടൻ നല്ല രീതിക്ക് തന്നെ. അപ്പം അത് ഒക്കെ വലിയ അംഗീകാരം തന്നെ അക്കാര്യത്തിൽ കിട്ടിയത്. പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ സ്റ്റേജിലൊക്കെ പാടുന്ന സമയത്ത് അന്ന് എന്നെ പലരും കളിയാക്കിയെന്നൊരു പാട്ട്, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, അന്നായിരുന്നു ആ പാട്ടൊക്കെ ഞാൻ അങ്ങനെ പിന്നെ മുഖത്തുകൂടെ പാടി. അതൊക്കെ കേൾക്കാൻ പലരും വന്നിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ചെല്ലറിയാം. ഇപ്പം എനിക്ക് ആ വീട്ടിലേക്ക് ഇറങ്ങി തിരിക്കാൻ വയ്യല്ലോ എന്നുള്ള. പിന്നെ വയസ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ഏതാച്ചാൽ ഒരാൾക്ക് വലിയ അംഗീകാരം തന്നെ. പിന്നെ രാഷ്ട്രീയമായാലും ഈ കലാരംഗത്തായാലും ഏത് രംഗത്തായാലും എനിക്ക്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏത് പാർട്ടിയാണ്? ഞാൻ CPIM-ൻ്റെ ഇതിൽ നിന്ന് ബാനറിൽ നിന്ന്, കാരണം അതിൻ്റെ അവിടുത്തെ ബ്രാഞ്ചിലെ മെമ്പർ കൂടിയാണ്. അങ്ങനെ നിന്നാണ് ഞാൻ ഇവിടുന്ന് നമ്മുടെ മുക്കൺ ടൗൺ വാർഡ് അവിടുന്ന് ഞാൻ ജയിച്ചത്.